അസ്സലാമലൈക്കും. നമ്മളെ പുതിയ ഒരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുറച്ച് ദീനി ആവണം എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളെ വീഡിയോ ഇപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതാണ് നിങ്ങളെ വലിയ വിഷയം. കല്യാണം അല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇപ്പം പൊട്ടിക്കും, നാളെ പൊട്ടും, മറ്റന്നാൾ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകാനായിക്കിന്. ഇപ്പോൾ 11 മണിയായി, 12:30 ആകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകണം. അപ്പം എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, എല്ലാവർക്കും അറിയാം. ഉറപ്പിച്ചല്ല, നിശ്ചയം കഴിഞ്ഞില്ല. അതന്നെ പറഞ്ഞ ഉറപ്പിച്ച്. അതിന്റെ വേറെ വാക്കല്ലേ നിശ്ചയം അല്ലേ? നിശ്ചയം എന്ന് പറഞ്ഞാല് നമ്മൾ കല്യാണം ഡേറ്റ് ആണ്. ഓ അങ്ങനെ, അതിനാണ് നിശ്ചയം എന്ന് പറയാം അല്ലേ? അതാണ് നിശ്ചയം. ഓക്കെ, അപ്പം കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. അപ്പം അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ ദിവസമായി പെണ്ണ് എവിടുന്നാണ്, പെണ്ണിൻ്റെ പേരെന്താണ്, എങ്ങനെയാണ്, ഇതിൽ നിന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങളോടത് പറയാം അല്ലേ? പറയണല്ലോ. ഉപ്പച്ചി ഇവിടെ ഇല്ല, ഫാമിലിയോട് പറയണ്ടേ? അല്ല, എല്ലാവരും പറയട്ടെ. ഉപ്പച്ചി ഇവിടെ ഇല്ല, ഉപ്പച്ചി കോഴിക്കോട് പോയതാണ്. പിന്നെ പെങ്ങളെ വീട്ടിലാണ്. കണ്ണാപ്പി ഇവിടെ ഉണ്ട്, കണ്ണാപ്പിയാണ് വീഡിയോ എടുക്കുന്നത്. കണ്ണാപ്പി ടൗസർ ഇട്ട് വന്നിട്ട് ഇന്നലത്തെ വീഡിയോയില് കണ്ണാപ്പിയുടെ ചോദിച്ചിക്കാരോ? കണ്ണാപ്പി പിന്നെ മാലിദ്വീപ്സ് പോയി വന്ന് 3 ദിവസം ഉറങ്ങി കുത്തിട്ടു. അപ്പൊ അല്ല, കണ്ണാപ്പി ചോദിക്കട്ടെ, ഈ അഭിനയിച്ചാണോ എന്നൊക്കെ? റഫ്നൊക്കെ ഭയങ്കര സങ്കടായി. ഇത് വേറെ ചാനൽ ഹേ, ഇത് കണ്ണാപ്പിന്റെ ആ ചാനൽ അല്ലേ? അത് അറിയുന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ യാസിൻ വ്ളോഗ്സിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് സീരിയസ് ആയിട്ട് ഈ കാര്യം പറയാം. ഓക്കെ, അപ്പം എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പൊ കുട്ടി എവിടെയാണ്, കുട്ടി എന്തിനാ പഠിക്കുന്നത്, എവിടെയാ പഠിക്കുന്നൊക്കെ ചോദിച്ചിരുന്നു കുറെ ആള്. അല്ല, ആദ്യം ഇങ്ങനെ കറക്റ്റ് പറയാം. അപ്പം പിന്നെ ഇപ്പം കല്യാണം ഉറപ്പിച്ചിട്ട് ഏകദേശം കഴിഞ്ഞ ആഗസ്റ്റ് 1-നാണ് പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ട് ഈ വീടൊക്കെ കണ്ടു പോയത്. അതിന്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഇട്ടിനും. അതിനുശേഷം ഓഗസ്റ്റ് 14-നല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഓരോ പുരക്കാരെ കണ്ട്, പുരക്കാരൊക്കെ കണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമായി. അന്നിങ്ങനെ വാക്കാല് നമുക്ക് ഡേറ്റ് ഇങ്ങനെ കാണാം എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു വരുന്നു. പിന്നെ ഉപ്പച്ചിയും അവരെ വാപ്പയെ കൂടി തമ്മിലാണ് സംസാരിച്ചിട്ട്, ഫോണിൽ കൂടെ സംസാരിച്ചിട്ടാണ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചത്. നിശ്ചയം വെച്ചിട്ടില്ല. ശരിക്കും നിശ്ചയം ഇല്ലാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓളെ വീട്ടുകാരും ഇവിടെ ഇല്ല, നാട്ടിലില്ല. എല്ലാവരും ദുബായിലും അവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണത്. അപ്പം ഒരു നിശ്ചയത്തിനായിട്ട് ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്ന് ഇതൊക്കെ നടത്തിനായിട്ട് നല്ലത് ഫോണിൽ കൂടെ എല്ലാം തീരുമാനിച്ചാൽ മതിയല്ലോ. പിന്നെ ഇതിലേറ്റവും വലിയൊരു കോമഡി അറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പെണ്ണിനെ ഇന്നേ വരെ ചെക്കൻ്റെ വീട്ടുകാർ ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമാണ് പെണ്ണിനെ കണ്ടത്. എന്നെ അവളെ ഉമ്മ മാത്രമാണ് കണ്ടിട്ടുള്ളത്. വേറെ ആരും, അവളെ വീട്ടിലെ ഉമ്മയും കുറച്ച് 2-3 ആൾക്കാർ, വേറെ ആരും എന്നെ കണ്ടിട്ടില്ല. അവളെ വാപ്പൊന്നും എന്നെ കണ്ടിട്ടില്ല. വീഡിയോസ് കൂടെ ഇങ്ങനെ കാണാന്നല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയില്ല. അപ്പം ചെക്കൻ്റെ വീട് വരുന്നത് നമ്മളെ വയനാട് കൽപ്പറ്റയാണ്, ഐറ്റ്ലേഡ്. ഇതാണ് ചെക്കൻ. ഓക്കെ, പെണ്ണിൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് വീട് വരുന്നത് കേട്ടോ. എങ്ങനെ അവളെ കണ്ട്? നിങ്ങളെന്തിനാ ഇതൊക്കെ കൂടെ ചോദിക്കണത്? എന്തൊരു സാധനം നോക്ക്. ഇതൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കട്ടെ ചോദ്യം. എന്ത് ഇത് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അറേഞ്ച്ഡ് മാരേജ് ആണ് അല്ലേ? ടി പറഞ്ഞ പോലെ ആക്കണം, ടി ഫാമിലി പറഞ്ഞ പോലെ. എന്താ അറേഞ്ച്ഡ് അല്ല, മാരേജ് അല്ല. അതന്നെ ഞങ്ങള് കണ്ടു. അതിങ്ങനെ ഇൻവേർട്ടർ ഇങ്ങനെ കറണ്ട് പോയി വരുന്നുണ്ട്. ഞങ്ങള് ആദ്യം ഒന്ന് കണ്ടു, അതിനുശേഷം ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു, ഓര് കണ്ടു, ഓർക്ക് ഇഷ്ടമായി, ഉറപ്പിച്ചു. അങ്ങനെ പറയാം, അങ്ങനെ പറയൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കല്യാണം വരുന്നത് ഈ ഒരു ജൂലൈ എൻഡോട് കൂടി നിക്കാഹ് ഉണ്ടാവും. അപ്പം തന്നെ അവിടെ പിന്നെ കൊടുങ്ങല്ലൂർ വെച്ചിട്ടായിരിക്കും നമ്മൾ നിക്കാഹ്, പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും നിക്കാഹ്. ജൂലൈ ഏതാ ഡേറ്റ് എന്നുള്ളത് നാളെ പറ്റിയതോളം പറഞ്ഞുതരാം. ജൂലൈ ലാസ്റ്റ് ആയിരിക്കും. ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഇവിടെ റിസപ്ഷൻ വയനാട്ടിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്. ഏകദേശം 5-6 മണിക്കൂർ എടുക്കും നമ്മളെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട്. പിന്നെ മഴയത്താണ് കല്യാണം.
അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടി പറയാം. അപ്പം ഇവിടുന്ന് എല്ലാവരെയും നമ്മളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊരു 150 അല്ലേ 100-150 ആൾക്കാരാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. അതുപോലെ അവിടുന്ന് ഇഷ്ടം പോലെ ഓരെത്ര വേണേ വന്നോട്ടോ കേട്ടോ, നമുക്കൊരു കുഴപ്പമില്ലേ. എത്ര വേണേ കൊണ്ടുപോകാം. പക്ഷെ നമ്മള് അത്ര അങ്ങനെ കൊണ്ടുപോകണില്ല. എത്ര ആൾക്കാരാണ് നിൽക്കാനും കൊണ്ടാണ് നിൽക്കാൻ കഴിയും. എന്നിട്ട് അന്ന് തന്നെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടിരുമോ? പെണ്ണിനെ പിറ്റേന്നല്ലേ വരുന്ന? അതൊന്ന് ഇപ്പോഴും ഒരു ഡിസ്കഷനിലാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ടയേർഡായിരിക്കോ, അന്ന് തന്നെ വരണോ ഇല്ല പിറ്റേ ദിവസം വരണോ, അങ്ങനെയൊക്കെ. പിറ്റത്തെ ഞായറാഴ്ച ഇവിടെ ഒരു റിസപ്ഷൻ പോലെ വെക്കാം. നമ്മള് അയൽവാസികൾ, പിന്നെ ഫ്രണ്ട്സ്, കുടുംബക്കാർ കുറെ ഉണ്ടല്ലോ. കൊണ്ടുപോകുന്ന വലിയ ഫാമിലിനെ നിങ്ങള് വലിയ ഫാമിലി. പിന്നെ നിക്കാഹിന് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണവർമാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാക്കാമാരൊക്കെ മാത്രല്ല പെണ്ണുങ്ങളും എല്ലാരും പോകും. 2 ബസ്സിന് ആള് പോകും എന്തായാലും. അങ്ങനെ പോകാനാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം വരണം. പെങ്ങളാണ് ഹൈക്കമാൻഡ്. പെങ്ങളെ വിചാരം ഓള് പറയണാണ് ലാസ്റ്റ് കേൾക്കലൊന്നും ഇല്ല. ഓള് വീഡിയോ കാണലുണ്ടാവൂല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? ഇല്ലല്ലേ, എന്താ അറിയൂല. അപ്പം ജൂലൈയിൽ കല്യാണം വെക്കാനുള്ള കാരണം കുട്ടിക്ക് പഠിക്കുകയാണ് കുട്ടി. പിന്നെ അമ്മ പറഞ്ഞു ഓള് റഷ്യയിലാണ് പഠിക്കുന്നത്. പിന്നെ MBBS ആണ് പഠിക്കുന്നത്. അത് ലാസ്റ്റ് ഇയർ ആണ്. ഇനി 1 വർഷം കൊണ്ടൊക്കെ പഠിക്കാൻ. അല്ല അങ്ങനല്ല, മൊത്തം 6 വർഷമാണ് അവിടെ MBBS. ഇത് ലാസ്റ്റ് ഇയർ, 5th ഇയർ. ഇപ്പൊ ജൂൺ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ. ഈ ജൂണിൽ, ഇത് മെയ് അല്ലേ, ജൂണിൽ എക്സാം കഴിയും. അപ്പം അവിടെ നമ്മളെവിടെ നിന്ന് വെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ആണ് നമ്മളെ നാട്ടിലത്തെ വെക്കേഷൻ. അവിടെ വെക്കേഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ സമ്മർ എന്ന് വെച്ചാൽ യൂറോപ്പ്, റഷ്യ, ഇവിടൊക്കെ ഇത് തണുപ്പ് രാജ്യമുണ്ട്. അവിടുത്തെ സമ്മർ എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ആണ് അവിടുത്തെ സമ്മർ. അപ്പം പിന്നെ അവർക്ക് പിന്നെ വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ. അതുകൊണ്ടാണ് ജൂലൈയിൽ എന്ത് വെച്ചിട്ടുള്ളത്, ജൂൺ ജൂലൈ ആഗസ്റ്റും ഉണ്ടാവും കേട്ടോ. ഓള് ജൂലൈ ലാസ്റ്റ് വരിക. ജൂലൈ ലാസ്റ്റ് വരും. വന്ന് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, നിക്കാഹ് കഴിക്കും. കല്യാണം കഴിഞ്ഞ് നിക്കാഹ് മാത്രല്ല സൂറാന്ന് പറഞ്ഞിട്ട് ഓള് തിരിച്ചു പോകും. അപ്പൊ 1 കൊല്ലം കൂടിയും ബാക്കിയുണ്ട് പഠിക്കാന്. ഓള് മാത്രല്ല പോവും. ഞാനും ചിലപ്പോൾ പോകും. 6 വർഷമാണ് എന്ത് പഠിക്കാനുള്ളത്. അപ്പം കുട്ടി റഷ്യയിലാണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ ഇയർ ആണ്. അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആയി. ഇക്കൊല്ലം എക്സാം കഴിഞ്ഞോടെ ഫൈനൽ ഇയർ ആയി. അപ്പം അതുകൊണ്ടാണ് ഈ മഴയത്ത് നമ്മൾ കല്യാണം വെച്ചത്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ദുബായിലൊക്കെ സമ്മർ വരുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആണ്. അപ്പോൾ അവളെ വീട്ടുകാർക്ക് എല്ലാവർക്കും സൗകര്യം ഈ ഒരു സമയത്താണ്. പിന്നെ വീട്ടുകാരതല്ല, മെയിനായിട്ട് കല്യാണ പെണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ജൂലൈ ആഗസ്റ്റ് ആ ടൈമിലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ഡേറ്റിലോട്ട് കല്യാണം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടീൻ്റെ പേര് ഷിൻഷിത. കുട്ടീൻ്റെ പേര് ആദ്യമായിട്ട് റിവീൽ ചെയ്യാണ്. കുട്ടീൻ്റെ പേര് ഷിൻഷിത യാസീൻ. കൊള്ളാല്ലേ? യാസീൻ ഷിൻഷിത, ഡോക്ടർ ഷിൻഷിത. എല്ലാം പറയാം. അങ്ങനെ ചെക്കന്റെ പേരിന്റെ കൂടെ തന്നെ പെണ്ണിന്റെ പേര് ചേർക്കണം എന്നില്ലല്ലോ. പെണ്ണിന്റെ ചെക്കന്റെ കൂടെ പെണ്ണിന്റെ പേരും ചേർക്കാലോ. ഷിൻഷിത യാസീൻ ഷിൻഷിത. യൂട്യൂബറും ഡോക്ടറും. അങ്ങനെയാണ് ഇപ്പം ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെന്താ പറയാൻ വിട്ടത്? വേറെന്താ കണ്ടാ മിസ്സായോ നമ്മള്? ഡേറ്റ് നമ്മള് 2 ദിവസം കൊണ്ട് പറഞ്ഞത് അത് കണ്ടുമുട്ടിയ കഥയൊക്കെ ഞങ്ങള് ഞാൻ എന്താ ഉദ്ദേശിച്ച അറിയാം, ഞാൻ ഒറ്റക്ക് പറയുമ്പോൾ ഒരു രസം ഉണ്ടാവും. കല്യാണമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയെ അടുത്തിരുന്നിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഇവിടെ ശിങ്കുന് അല്ല ഇവനായിരിക്കും അന്ന് ഇന്റർവ്യൂ, അന്ന് ഇവനെ കിട്ടി. ഓക്കെ. അപ്പം പിന്നെ അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവിടെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ജൂലൈ 21 22 എങ്ങാനുമാണ് വരുന്നത്. അപ്പോൾ ജൂലൈ എൻഡിലാണ് കല്യാണം. ഓള് വന്നൊരു 5 ദിവസം കഴിഞ്ഞ കല്യാണമാണ്. പിന്നെ ഷിൻഷിത പേര്, പിന്നെ ഷിങ്കു എന്നാണ് ഞങ്ങൾ വിളിക്കല്. ഞങ്ങളിട്ട പേരട്ടാ, ഇവനിട്ട പേരാ കണ്ണാപ്പി. ഓളെ വീട്ടില് ഓളെ മുത്ത് എന്നാണ് വിളിക്കല്. ഇഷ്ടല്ല തോന്നുന്നു പറയണോ? ഇതിപ്പോ എന്റെ വീട്ടില് പിന്നെ കുഞ്ഞാവന്നല്ല വിളിക്കല്. അതിപ്പോ ആർക്കും ഇഷ്ടമല്ല. അന്നപ്പോ എന്താ കണ്ണാപ്പി എന്നല്ല വിളിക്കല്. മനു. ശരിക്കും ഇവന്റെ ശരിക്കുള്ള പേര് ഷബീർ എന്നും ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മനു എന്നാണ് കേട്ടോ. ഒരാളും ഓനെ മനു എന്ന് പറഞ്ഞാലും ഓനെ അറിയില്ല. പിന്നെ ഷബീർ എന്ന് പറഞ്ഞാൽ ഷബീറോ വീട്ടിൽ മനു. പക്ഷെ നാട്ടിലിപ്പോ ഇറങ്ങിയ എല്ലാരും അല്ലേ
കണ്ണാപ്പി എല്ലാരും നിങ്ങൾ കണ്ണാപ്പി എന്ന് പേരിട്ടുണ്ട്. ഓന് ഹിന്ദു ആണോ മുസ്ലിം എന്നെല്ലാവർക്കും ഡൗട്ടാ. ഓൻ അസല് കാക്കയാണ്. അപ്പം അത്രയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ റിവീൽ ചെയ്ത് പെണ്ണ് കൊടുങ്ങല്ലൂർ ഷിൻഷിത. വേറെന്താ പറയാനുള്ളത്? പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ടുള്ള കാര്യം അവളെ വീട്ടുകാരും ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും കല്യാണത്തിന് നിക്കാഹിന് അങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതൊന്നും നിങ്ങൾ പറയണം. അപ്പം ബൾക്കായിട്ട് നമ്മൾ വിളിക്കാൻ പറ്റൂല. ഇവിടെ എനിക്ക് വിളിക്കാം, അവിടെ എനിക്കങ്ങനെ ബൾക്കായിട്ട് എല്ലാവരും വിളിച്ചിട്ട് ആ പരിപാടിക്ക്. അപ്പം നിങ്ങൾ പറയാ നിങ്ങൾ പരിപാടിക്ക് വരുമോ ഇല്ലയോ എന്നൊന്ന് അത് സീരിയസ് ആയിട്ട് പറയണം. ആ ഭാഗത്തല്ല ഈ ഭാഗത്തുള്ളവരും. എന്നാ ഡേറ്റ് നമ്മൾ എക്സാക്ട്ലി പറഞ്ഞാൽ ആ ദിവസം എല്ലാവരും വിളിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് പറയണം. വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മളെ ഫാമിലി ഇത്ര ആയത് നിങ്ങളെല്ലാവരും കൂടി അല്ലേ. അപ്പം നമ്മൾ എല്ലാവരും കൂടി പങ്കെടുക്കുമ്പോൾ ഒരു രസമാണ്. എന്തൊരു ഉഷാറില്ലാത്ത എനിക്ക് ചെറുതായി പനിയുണ്ടത്, മേലും കൈവേദന പനിയാ. പിന്നെ നമ്മളെ അന്ന് എനിക്ക് ഒരു ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തല്ലേ, ഓരെന്തായാലും അങ്ങോട്ടൊക്കെ വരണം നിക്കായിന്. ഒരാളുടെ അടുത്തല്ല അല്ല, നമുക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു വെച്ച ഒരാളല്ലേ. അപ്പൊ ഓളെ വാപ്പയും പറഞ്ഞിട്ടുണ്ട് ഓലോട് അങ്ങോട്ട് വരാന്. ഞാൻ ഇതിൽ പറയുന്നത് നിങ്ങൾ കാണുമായിരിക്കില്ല. ഇത് നല്ല വിശദമായിട്ട് എല്ലാവരും നമ്മള് കല്യാണം വിളിക്കും. അപ്പം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. നമ്മൾ കല്യാണം വിളിച്ചു തുടങ്ങണം. പിന്നെ കല്യാണ കത്ത് ഇപ്പോൾ പെയിൻ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പെയിൻ്റ് പണിക്കാർ വന്നിട്ടില്ല, വെള്ളിയാഴ്ച നടന്നുകൊണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഓരോ ഉണ്ടാവും. അപ്പം നമുക്ക് വിശദമായിട്ട് കല്യാണ സീരീസ് ആയിട്ട് ഇങ്ങനെ പോകാം. കല്യാണ സീരീസിന് എന്താ പേരിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ കല്യാണം, യാസീൻ്റെ കല്യാണം, തിരോധാനം, മംഗല്യം, യാസീന്റെ കല്യാണം എന്ന് പറയേ. യാസീന്റെ കല്യാണം മരിച്ചു മലയാളം അറിയില്ലേ. അപ്പം അത്രയാണ്. അപ്പം എല്ലാരും കല്യാണം ഉറപ്പിച്ച് ചിങ്കുനെ കാണിച്ചിട്ട് നമ്മള് ചിങ്കുനെ കാണിച്ചിട്ടില്ല. ചിങ്കു എന്തായാലും പറഞ്ഞത് ഓള് വന്നിട്ട് ഓളെ കാണിക്കണം. അറിയാത്ത ആരും ഇല്ല. അവിടെ ഇൻസ്റ്റാഗ്രാമും തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓള്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഷിൻഷിത യാസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെന്നെ തുടങ്ങി വെച്ചിക്കണ. ഞാൻ പറഞ്ഞിട്ടിട്ട പേരല്ല കേട്ടോ, ഓളെന്നെ ഇട്ടതാണ്. അല്ല ഞാൻ പറഞ്ഞതാ. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് മെസ്സേജ് ഇട്ട് ചോദിച്ചു, നീ ഇപ്പൊ തന്നെ ഭരണം തുടങ്ങിയോ? ഇതെന്താ ഇങ്ങനെ അജയ്, ഇതെന്താ ഷിൻഷിത യാസീൻ എന്നൊക്കെ. ഞാൻ വന്ന് അത് ഓളിട്ടതാണ്, ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. പിന്നെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓള് യൂസ് ചെയ്തിട്ട് ഓളും പെങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ബി സീരിയസ്. നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജ് മൊത്തം കാണുന്ന ഇവർ രണ്ടുപേരാണ്. ഇവരെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാവിക്കും ശിങ്കുവിന് എന്താ പരിപാടി അറിയാം? എല്ലാ ടീമിനും മെസ്സേജ് അയക്കുക പ്രമോഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്റെ ഒരു പേജിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് റിപ്ലൈ നൽകുമല്ലോ. ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഒരാളെ പേജിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു ടീമിന് പോകുമ്പോൾ അത് ഹൈലൈറ്റ് ആയിട്ട് മേലെ എടുത്ത് കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിന്. അപ്പം ഞാൻ അറിയാതെ ഫുഡിന്റെ ടീമിന് മെസ്സേജ് അയക്കുക, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു, മേക്കപ്പ്, അതിനൊക്കെ ഇവര് മെസ്സേജ് അയക്കണ എന്റെ പേജിൽ നിന്നാണ്. അപ്പം നല്ലതാണ്, അവർക്ക് കിട്ടുന്നുണ്ട്. കുറെ അവർക്ക് പ്രൊമോഷൻ വൈസ് കിട്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇടുന്നത്, പിന്നെ അല്ലറ ചില്ലറ സാധനം ഇല്ല, അതുകൊണ്ട് പിന്നെ അറിയൂല. എന്റെ ഉമ്മ യൂസ് ചെയ്തോളി, എല്ലാരും യൂസ് ചെയ്തു. സാധനം അറിയില്ലല്ലോ, ആയിക്കോട്ടെ. ഇൻസ്റ്റാഗ്രാമേ ഇല്ല. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ കല്യാണ കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ വരും. പിന്നെ ഭയങ്കര എനർജി ആയിട്ടൊന്നും സംസാരിക്കാൻ ചോദിച്ചാൽ, ഇനി കല്യാണ ചെക്കനല്ലേ, കുറച്ച് എന്ത് വേണം, മെച്യൂരിറ്റി അല്ല ഇപ്പൊ എന്താ നമ്മളൊരു പറഞ്ഞ ഈഗോ. ഒരു ചൂലുകാരൻ വന്നിട്ട് ഞങ്ങളൊരു കാര്യം നിങ്ങൾ കാണി, ഇതാ ഈ പോരേന്റെ ഈ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. ഒരു സ്കൂട്ടറിൽ വരി ഒരു ചൂലുകാരൻ ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുക, വാപ്പല്ലേ പോരേല്? എനിക്ക് ഈഗോ അടിക്കോ ഇല്ലയോ? അടുത്ത ആഴ്ച കല്യാണം കഴിക്കണ്ട എന്നോട് ചോദിക്കുക. അതായത് ഇന്നെ കണ്ടിട്ട് ഓന് തോന്നില്ല 4 ചൂല് വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. എനിക്കങ്ങോട്ട് ഈഗോ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഇന്റെ പൈസ ഉണ്ട്, ഈ മൊത്തം ചൂല് വാങ്ങാനുള്ള പൈസ ഉണ്ട്, പക്ഷെ അൻ്റെന്ന് ഞാൻ വാങ്ങൂല. അല്ല മൂപ്പരെ മൂത്ത് നോക്കി പറഞ്ഞില്ലേ, ഞാൻ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞ് ഒരു 5 ചൂല് വാങ്ങിത്തരണം. ഞാൻ പറഞ്ഞ് നടക്കൂല. അതെന്താ കണ്ണാപ്പി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ദീനിയുണ്ട് കുഞ്ഞാവുണ്ട് ഇവിടെ.
അപ്പൊ ദീന് കുറെ പേശിട്ട് ചൂലോ ഇവനകത്തൊന്ന് പൈസ കൊടുത്തത് എനിക്ക് അറിയില്ല ആരാ പൈസ കൊടുത്തെന്ന് ഞാൻ തന്നെയാ തോന്നുന്നത്. പക്ഷെ ദീന് കുറെ പേശിയൊക്കെ അയാൾക്ക് ഓർമ്മ ഉണ്ട്, ഒരു 1.5 കൊല്ലം മുന്നേ. അത് ഇവന് ആ ബാപ്പലെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഈഗോ ഉണ്ടോ ഒരു മനുഷ്യർക്ക്? അല്ല, അടുത്ത ആഴ്ച കല്യാണം കഴിക്കണ്ടേ? അയാൾക്കറിയാമോ ഈ അടുത്ത കല്യാണം എന്നെ? അയാൾക്കറിയാമോ? അല്ല, ഇന്നെ കണ്ടിട്ട് ഒരു 5 ചൂല് വാങ്ങാനുള്ള ഗതി ഇല്ലാത്ത ആളെ പോലെ ഓന് തോന്നി. അല്ല, ഉപ്പച്ചീന്റെ തള്ളു കേൾക്കാന്ന് വെച്ച് ചോദിച്ചതായിരിക്കും അയാൾ വേണ്ട വാപ്പല്ലേന്ന്. ഇല്ല, ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് വീട്ടിൽ കയറി വരും, നമ്മളെ കണ്ടായിട്ട് ഒരു പറ്റൂല. ഈ പാത്രം വെക്കണവരൊക്കെ ഉമ്മല്ലേ അവിടെ വീട്ടില് വലിയവരില്ലേ? അതാ നമ്മളെന്താ വലിയവരല്ലേ? നിരച്ച് ഇങ്ങനൊക്കെ കാണേ പാവ ചങ്കായി 2 ചൂല് വാങ്ങിയില്ല കേറ്റം കയറി വന്നിട്ട്. വാങ്ങൂല, ഈഗോ. ഇതൊക്കെ ഒരു ഈഗോ അല്ല. ഉപ്പച്ചിയുടെ അതേ സ്വഭാവം എനിക്ക് വാങ്ങൂല. ഉപ്പച്ചി അങ്ങനെ തന്നെ ടൗണിൽ പോയിട്ട് ചൂല് മേടിച്ചു കൊടുക്കാം. എന്നാലും ഇതോങ്ങനെ. പിന്നെ കഥ പറഞ്ഞു, ഇന്നലെ ഞങ്ങള് പള്ളി മിസ് ചെയ്യും. അപ്പൊ നമ്മള് പള്ളി മിസ്സാവാനൊന്നും ആയിട്ടില്ല, 11 നേരമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ബൈ ബൈ.